Hello students, it's me Joyce Abraham. Welcome to Maths Learning Hub. ഡിറ്റർമിനൻസിലെ സെക്കൻഡ് എക്സസൈസ് ആണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. എക്സസൈസ് 4.2. അതായത് ഡിറ്റർമിനൻസിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ഡിറ്റർമിനൻ എക്സ് എ എക്സ് പ്ലസ് എ വൈ ബി വൈ പ്ലസ് ബി ഇസഡ് സി ഇസഡ് പ്ലസ് സി ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ അകത്ത് ഈ രണ്ട് എലമെൻറ്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരുന്നത്, അതായത് ഈ രണ്ട് കോളം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എക്സ് പ്ലസ് എ വരുന്നുണ്ട്, വൈ പ്ലസ് ബി വരുന്നുണ്ട്, ഇസഡ് പ്ലസ് സി വരുന്നുണ്ട്. ലാസ്റ്റ് കോളം അതായത് തേർഡ് കോളം ആ സെയിം എലമെൻറ്റ്സ് തന്നെയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമുക്ക് റിസൾട്ട് അപ്ലൈ ചെയ്യേണ്ടത്? അപ്ലൈയിങ് ഏത് ഓപ്പറേഷൻ അപ്ലൈ ചെയ്യേണ്ടത്? C1 ചേഞ്ചസ് ടു C1 പ്ലസ് C2. C1നെ C1 പ്ലസ് C2 ഞാൻ ചേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഡിറ്റർമിനൻ എങ്ങനെ മാറും? C1 ചേഞ്ചസ് ടു ആണ്. അപ്പോൾ അത് എക്സ് പ്ലസ് എ, C1ലെ എല്ലാ എലമെൻറ്റ്സും ഞാൻ എഴുതുക, വൈ പ്ലസ് ബി ഇസഡ് പ്ലസ് സി. സെക്കൻഡ് കോളം അങ്ങനെ തന്നെ, എ ബി സി. തേർഡ് കോളവും സെയിം തന്നെ, എക്സ് പ്ലസ് എ വൈ പ്ലസ് ബി ആൻഡ് ഇസഡ് പ്ലസ് സി. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഫസ്റ്റ് കോളവും തേർഡ് കോളവും സെയിം തന്നെയാണ്, അതായത് ഐഡൻറ്റിക്കൽ. സോ ദ ആൻസർ ഈസ് 0. എന്തായിരുന്നു? ഏതെങ്കിലും രണ്ട് റോസോ കോളംസോ ഐഡൻറ്റിക്കൽ ആണെങ്കിൽ, ഒരേപോലെ ആണെങ്കിൽ ആ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാതെ തന്നെ എന്ത് എഴുതാൻ പറ്റും? 0 ആയിരിക്കും. ഇതൊക്കെ ഇന്നലെ നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചതുമാണ്, അത് വെരിഫൈ ചെയ്തതുമാണ്. ഇവിടെ റീസൺ എഴുതേണ്ടത് എന്താ? സിൻസ് C1 ആൻഡ് C3 ആർ ഐഡൻറ്റിക്കൽ. അപ്പോൾ ഐഡൻറ്റിക്കൽ എന്നുള്ള ഐഡൻറ്റിക്കൽ ആണെങ്കിൽ ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആണെന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ നമുക്ക് 0 എന്ന് കിട്ടി. അപ്പോൾ അതായിരുന്നു പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ഡിറ്റർമിനൻ എ മൈനസ് ബി ബി മൈനസ് സി സി മൈനസ് എ ബി മൈനസ് സി സി മൈനസ് എ എ മൈനസ് ബി സി മൈനസ് എ മൈനസ് ബി ബി മൈനസ് സി ഈക്വൽ ടു 0. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ഈ റോസ് എല്ലാം കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ R1 ചേഞ്ചസ് ടു R1 പ്ലസ് R2 പ്ലസ് R3 എന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ എ ബി സിയുടെ എല്ലാം പോസിറ്റീവും നെഗറ്റീവും ടേംസ് അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റോ എല്ലാം ഫസ്റ്റ് റോയിലെ എല്ലാ എലമെൻറ്റ്സും നമുക്ക് 0 ആയിട്ട് കിട്ടും. ഇതുപോലെ തന്നെ കോളമും ആഡ് ചെയ്യാം, കാരണം എലമെൻറ്റ്സ് എല്ലാം സെയിം തന്നെയാണ്. കോളംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാലോ, ഇപ്പോൾ C1 ചേഞ്ചസ് ടു C1 പ്ലസ് C2 പ്ലസ് C3 എന്നാക്കി കഴിഞ്ഞാലോ ഇവിടെ എ, ഇവിടെ മൈനസ് എ, ഇവിടെ മൈനസ് ബി, ഇവിടെ പ്ലസ് ബി, അതുപോലെ മൈനസ് സി പ്ലസ് സി. അപ്പം R1 ചേഞ്ചസ് ടു R1 പ്ലസ് R2 പ്ലസ് R3 എന്ന് എഴുതിയാൽ ഫസ്റ്റ് റോയിലെ എല്ലാ എലമെൻറ്റ്സും 0 ആകും. അതുപോലെ C1 ചേഞ്ചസ് ടു C1 പ്ലസ് C2 പ്ലസ് C3 എന്ന് എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് കോളത്തിലെ എല്ലാ എലമെൻറ്റ്സും 0 ആകും. ഈ രണ്ട് ചേഞ്ചിൽ ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പം ഞാനിവിടെ അപ്ലൈയിങ് R1 ചേഞ്ചസ് ടു R1 പ്ലസ് R2 പ്ലസ് R3. ഞാൻ ഫസ്റ്റ് റോ ആണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? R1 ചേഞ്ചസ് ടു R1 പ്ലസ് R2 പ്ലസ് R3. അപ്പോൾ ഒരെണ്ണം മാത്രം നമുക്ക് എഴുതി നോക്കാം. R1 എന്ന് പറയുന്നത് എ മൈനസ് ബി ആണ്, പ്ലസ് R2ലെ എലമെൻറ്റ് ബി മൈനസ് സി ആണ്, R3ലെ എലമെൻറ്റ് പ്ലസ് സി മൈനസ് എ. ഇവിടെ നോക്കിയാൽ അറിയാം എ മൈനസ് എ ക്യാൻസൽ ആവും, മൈനസ് ബി പ്ലസ് ബി ക്യാൻസൽ ആവും, മൈനസ് സി പ്ലസ് സി ക്യാൻസൽ ആവും. സോ ദ ആൻസർ ഈസ് 0. ഇതുപോലെ തന്നെയാണ് ബാക്കി എല്ലാ റോയിലെ എലമെൻറ്റ്സ് വരുന്നത്. സോ നമുക്ക് ഫസ്റ്റ് എലമെൻറ്റ് 0 കിട്ടി. ഇതിങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും എല്ലാം അതിൻ്റെ എയും ബിയും സിയും പോസിറ്റീവും നെഗറ്റീവും തന്നെയാണ്. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് എലമെൻറ്റ് 0 വരും, ഫസ്റ്റ് റോയിൽ തേർഡ് എലമെൻറ്റ് നമുക്ക് 0 വരും. ബാക്കിയെല്ലാം R2 R3 ഒന്നും ചേഞ്ച് ആവുന്നില്ല. അപ്പം ബി മൈനസ് സി സി മൈനസ് എ മൈനസ് ബി സി മൈനസ് എ മൈനസ് ബി ബി മൈനസ് സി. ഇവിടെ നോക്കിയേ ഫസ്റ്റ് റോയിലെ എല്ലാ എലമെൻറ്റ്സും 0 ആയതുകൊണ്ട് നമുക്ക് ആൻസർ എന്തെന്ന് എഴുതാം? ആൻസർ ഈസ് 0. കാരണം നമുക്ക് പ്രോപ്പർട്ടി ഉണ്ട്, ഏതെങ്കിലും ഒരു ഫുൾ റോയിലെയോ കോളത്തിലെയോ എലമെൻറ്റ്സ് എല്ലാം 0 ആണെങ്കിൽ, ഇപ്പോൾ എല്ലാം ഫസ്റ്റ് റോ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 ഇൻറ്റു അടുത്ത മൈനസ് 0 ഇൻറ്റു പ്ലസ് 0 ഇൻറ്റു, അപ്പോൾ തന്നെ ആൻസർ എന്തായി? 0. അപ്പോൾ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തെന്ന് പറയാം? ഈ ഡെൽറ്റയുടെ വാല്യൂ, അതായത് ഈ ഡിറ്റർമിനൻ്റ് വാല്യൂ നമുക്ക് 0 എന്ന് കിട്ടും. തേർഡ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ഡിറ്റർമിനൻറ്റ് 2 7 65 3 8 75 5 9 86 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ഈ ഡിറ്റർമിനൻ്റ് അകത്ത് ഇവിടെ എല്ലാം നമ്പേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ വലിയ നമ്പർ ലാസ്റ്റ് കോളത്തിലെ C3യിലെ എല്ലാ എലമെൻറ്റ്സും വലിയ നമ്പേഴ്സാണ് കമ്പയർഡ് ടു ദീസ് എലമെൻറ്റ്സ്. അപ്പോൾ ഇത് തമ്മിൽ എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ആദ്യം നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ കാണാം, ഇപ്പം 7 ഇൻറ്റു 9 7 ഇൻറ്റു 9 ഈസ് 63 63 പ്ലസ് 2 ചെയ്യുമ്പോൾ 65 വരുന്നുണ്ട്.
അതുപോലെ 8 ഇൻറ്റു 9 എത്രയാ? 72. 72 പ്ലസ് 3 ചെയ്യുമ്പോൾ ആണ് 75 വരുന്നത്. അതുപോലെ 9 ഇൻറ്റു 9 ചെയ്യുമ്പോഴേക്കും നമുക്ക് 81. 81 പ്ലസ് 5 ചെയ്യുമ്പോൾ 86. അതായത് ഈ സെക്കൻഡ് കോളത്തിലെ എല്ലാ എലമെൻസിനെയും 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കറസ്പോണ്ടിങ് ഫസ്റ്റ് കോളമായിട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ തേർഡ് കോളത്തിലെ എലമെൻറ്റ്സ് കിട്ടും. അതായത് ഞാൻ ആ ചേഞ്ച് എഴുതാം ഇവിടെ. അപ്ലൈയിങ് എന്തായിരുന്നു? C1 changes to C1 plus 9 into C2. അതായത് C1ൻ്റെ കൂടെ C2ലെ എലമെൻറ്റ്സ് ഇൻറ്റു 9 ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുന്നത്? തേർഡ് കോളം തന്നെ കിട്ടും. അപ്പോഴേക്കും രണ്ട് ഐഡൻറ്റിക്കൽ കോളം വന്നു കഴിഞ്ഞാൽ ആൻസർ നമുക്ക് ഡയറക്റ്റ്ലി 0 എന്ന് എഴുതാം. അപ്പോൾ ഈ ചേഞ്ച് കൊടുത്തു കഴിയുമ്പോഴേക്കും നമുക്ക് ഡെൽറ്റയുടെ വാല്യൂ വരുന്നത് എന്താണ്? C1 പ്ലസ്, അതായത് 2 പ്ലസ് 9 ഇൻറ്റു C2ലെ ഈ എലമെൻറ്റ് 7. സോ 9 ഇൻറ്റു 7 63. 63 പ്ലസ് 2 65 വരും. അതുപോലെ തന്നെ സെക്കൻഡ് കോളത്തിൽ അപ്ലൈ ചെയ്യുമ്പോഴോ 3 പ്ലസ് 9 ഇൻറ്റു 8. അപ്പോഴാണ് നമുക്ക് എത്ര കിട്ടുന്നത്? 75. ലാസ്റ്റ് വരുന്നത് 5 പ്ലസ് 9 ഇൻറ്റു 9. 9 9s are 81. 81 പ്ലസ് 5 86. അപ്പോൾ നമുക്ക് തേർഡ് കോളത്തിൽ അതേ എലമെൻറ്റ്സ് തന്നെ വന്നു. ഇനി ആ എലമെൻറ്റ്സ് എല്ലാം ഇങ്ങോട്ട് നമുക്ക് എടുത്ത് എഴുതാം. ഫസ്റ്റ് കോളത്തിൽ 65, 75 ആൻഡ് 86. സെക്കൻഡ് കോളം അങ്ങനെ തന്നെ 7, 8, 9. തേർഡ് കോളം സെയിം തന്നെ. നോക്കിയേ, ഇവിടെ C1 ആൻഡ് C3 are identical. So the value of the determinant become 0. The reason എന്താ? Since C1 and C3 are identical. ആ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഡിറ്റർമിനൻ്റിൻ്റെ വാല്യൂ 0 എന്ന് കിട്ടും. Fourth question. Prove that determinant 1 BC A into B plus C, 1 CA B into C plus A, 1 AB C into A plus B equal to 0. ഫസ്റ്റ് നമുക്ക് ഈ ലാസ്റ്റ് കോളത്തിലെ എലമെൻസിനെ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ വരുന്നത്? AB പ്ലസ് AC, BC പ്ലസ് AB, CA പ്ലസ് CB. അങ്ങനെ ആദ്യം ഓപ്പൺ ചെയ്ത് എഴുതാം. സോ ഡെൽറ്റ ഇസ് ഈക്വൽ ടു 1 BC AB plus AC, 1 CA BC plus AB, 1 AB CA plus CB. ഇനി നോക്കിക്കേ, ഇവിടെ AB പ്ലസ് AC ഇവിടെ ഡിഫറെൻ്റ് ആണ്, BC ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ രണ്ട് C2ഉം C3യും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇവിടുത്തെ എലമെൻറ്റ് എന്തായിട്ട് മാറും? AB പ്ലസ് BC പ്ലസ് AC. ഈ രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തന്നെയാണ് വരുന്നത്? AB പ്ലസ് BC പ്ലസ് AC. ആ സെയിം ടേം തന്നെയാണ് കിട്ടുന്നത്. അതുപോലെ ലാസ്റ്റ് എലമെൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും സെയിം ടേം തന്നെ കിട്ടും. അപ്പോൾ നമുക്കിവിടെ എന്ത് ചേഞ്ച് കൊടുക്കാം? അപ്ലൈയിങ് C2 changes to C2 പ്ലസ് C3. C2 changes to C2 പ്ലസ് C3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റയുടെ വാല്യൂ എന്തെന്ന് കിട്ടും? ഡെൽറ്റ ഇസ് ഈക്വൽ ടു ഫസ്റ്റ് കോളം അങ്ങനെ തന്നെ 1 1 1. C2നെയാണ് ഞാൻ ചേഞ്ച് ചെയ്തേക്കുന്നത്. C2 C3 കൂടെ ആഡ് ചെയ്യാൻ പോവുക. അപ്പോൾ സെക്കൻഡ് കോളത്തിലെ ഫസ്റ്റ് എലമെൻറ്റ് വരുന്നത് ഓർഡറിലങ്ങ് എഴുതാം. AB പ്ലസ് BC പ്ലസ് AC. ദെൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് തന്നെ കിട്ടും? AB പ്ലസ് BC പ്ലസ് C എന്നുള്ളത് AC എന്ന് എഴുതുക. ലാസ്റ്റ് എലമെൻറ്റ് വരുന്നത് AB പ്ലസ് BC പ്ലസ് AC. AB പ്ലസ് BC പ്ലസ് AC. ലാസ്റ്റ് കോളത്തിനൊന്നും ചെയ്യുന്നില്ല, ഞാൻ അങ്ങനെ തന്നെ എഴുതും. AB പ്ലസ് AC, BC പ്ലസ് AB ആൻഡ് CA അല്ലെങ്കിൽ AC പ്ലസ് BC. ഇവിടെ ഇപ്പം ഈ C2 ചേഞ്ചസ് ടു C2 പ്ലസ് C3 എന്നോ അല്ലെ C3 ചേഞ്ചസ് ടു C3 പ്ലസ് C2 എന്ന് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോഴേക്കും ഈ C3യിലെ എലമെൻറ്റ്സ് എല്ലാം ഈ ഇപ്പം ഞാൻ എഴുതിയേക്കുന്ന ഇത് 3 ടേമിൻ്റെ ഒരേപോലത്തെ വരും. C2 സെയിം തന്നെ ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ C2 ചേഞ്ചസ് ടു C2 പ്ലസ് C3 എന്നോ അല്ലെ C3 ചേഞ്ചസ് ടു C3 പ്ലസ് C2 എന്നോ രണ്ട് ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാലും സെയിം തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ ഈ ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളവും ഇവിടെ പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് AB പ്ലസ് BC പ്ലസ് AC ഈ സെക്കൻഡ് കോളത്തിൽ നിന്ന് കോമൺ എടുക്കാം. ടേക്കിംഗ് ഔട്ട് AB പ്ലസ് BC പ്ലസ് AC കോമൺ ആസ് കോമൺ. ദെൻ ഫസ്റ്റ് കോളം എന്തായിട്ട് കിട്ടും? 1 1 1 സെയിം തന്നെ. സെക്കൻഡ് കോളം കോമൺ എടുത്തുകൊണ്ട് അതും എന്തായിട്ട് മാറും? 1 1 1.
ലാസ്റ്റ് കോളം AB plus AC, BC plus AB and AC plus BC. അപ്പോൾ നോക്കിയേ ഇവിടെ since C1 and C2 are identical, so the value of the determinant is 0. അപ്പോൾ AB plus BC plus AC into ഇതിൻ്റെ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ ആണ് നമുക്ക് 0 ആയിട്ട് കിട്ടുന്നത്. അതിൻ്റെ റീസൺ എന്താ? സിൻസ് C1 and C2 are identical. സോ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ നമുക്ക് 0 എന്ന് കിട്ടും. നമ്മുടെ ക്വസ്റ്റ്യൻ അതായിരുന്നു, ഷോ ദാറ്റ് ദ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനൻറ്റ് 0. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് determinant b plus c q plus r y plus z c plus a r plus b z plus x a plus b p plus q x plus y equal to 2 times determinant a p x b q y c r z. അപ്പോൾ ഇവിടെ നമുക്ക് ഈക്വൽ ടു 0 എന്നൊന്നുമല്ല പ്രൂവ് ചെയ്യേണ്ടത്, ഈ ഡിറ്റർമിനൻറ്റ് 2 ടൈംസ് ഈ ഡിറ്റർമിനൻ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ LHS കൺസിഡർ ചെയ്യാം. LHS എടുത്തു കഴിയുമ്പോഴേക്കും ഡെൽറ്റ ഇസ് ഈക്വൽ ടു ഇവിടെ ഇപ്പോൾ എന്താ നമുക്ക് 2 ഇൻറ്റു എന്നാണ് ആൻസർ വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ 2 ഇവിടെ എന്തെങ്കിലും കോമൺ ആയിട്ട് എടുക്കാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം ഇങ്ങനെ R1 R2 R3 ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും നോക്കി ഒരു എലമെൻറ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. B plus C plus C plus A plus A plus B. ഈ R1 R2 R3 ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? B plus B 2B, C plus C 2C and A plus A 2A. അല്ലെങ്കിൽ 2 കോമൺ എടുത്തിട്ട് നമുക്ക് A plus B plus C എന്ന് എഴുതാമല്ലോ. ഇതുപോലെ സിമിലർലി ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അങ്ങനെ തന്നെ കിട്ടും. 2 ഇൻറ്റു P plus Q plus R എന്ന് വരും. അതുപോലെ ഈ R1 plus R2 plus R3 ചെയ്യുമ്പോഴേക്കും ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 2 times X plus Y plus Z. അപ്പോൾ ഫസ്റ്റ് ഞാൻ ആ ചേഞ്ച് കൊടുക്കാൻ പോവാണ്. എന്തായിരുന്നു? R1 ചേഞ്ചസ് ടു R1 plus R2 plus R3. R1 R2 R3 റെസ്പെക്റ്റീവ്ലി ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് 2 times A plus B plus C. ബാക്കിയുള്ളതൊന്നും എക്സ്പാൻഡ് ചെയ്ത് കാണിക്കണ്ടല്ലോ. ഈ ടേം പോലെ തന്നെയാണ് ഇവിടെ എല്ലാം വരുന്നത്. 2 times P plus Q plus R, അതുപോലെ 2 times X plus Y plus Z. Then R2 R3 ഒന്നും ചേഞ്ച് ഇല്ല. C plus A, R plus P, Z plus X, last row A plus B, P plus Q and X plus Y. ഇപ്പോൾ ഇവിടെ നമുക്കിതേ ഫസ്റ്റ് റോയിൽ 2 എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് റോയിൽ നിന്ന് 2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ 2 കോമൺ എടുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഡെൽറ്റ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഫസ്റ്റ് റോയിൽ A plus B plus C, P plus Q plus R, X plus Y plus Z. Second row C plus A, R plus B, Z plus X. And third row A plus B, P plus Q, X plus Y. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഷോ ദാറ്റ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന റിസൾട്ടിൻ്റെ അകത്ത് 2 മാത്രമേ ഇപ്പോൾ നമുക്ക് ഔട്ട്സൈഡ് ഡിറ്റർമിനൻ്റ് ഔട്ട്സൈഡ് വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഡിറ്റർമിനൻ്റ് അകത്തുള്ള വാല്യൂസൊക്കെ പിന്നെയും ഭയങ്കര വലിയ ടേംസ് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്താലായിരിക്കും നമുക്ക് കിട്ടേണ്ടത്? എന്തൊക്കെയാണ്? ഫസ്റ്റ് റോയിൽ വരേണ്ടത് A P X, സെക്കൻഡ് റോയിൽ B Q Y, തേർഡ് റോയിൽ Z R Z, അങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ ഞാനിവിടെ ചേഞ്ച് കൊടുക്കാൻ പോകുന്നത് ഇത് തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാലോ. അപ്പോൾ R2 ചേഞ്ചസ്, ഞാനിവിടെ ചേഞ്ച് എഴുതാം. R2 ചേഞ്ചസ് ടു R2 മൈനസ് R1, അങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരുന്നത്? R2ലെ എലമെൻറ്റ് C plus A. അപ്പോൾ C plus A മൈനസ് A plus B plus C. R2 മൈനസ് R1 ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നത്. അപ്പോൾ സിയും കട്ടാവും, അതുപോലെ തന്നെ A മൈനസ് A അതും ക്യാൻസലാവും. റിമൈനിങ് ടേം എന്ന് പറഞ്ഞാൽ മൈനസ് B. അപ്പോൾ R2ലെ C plus Aക്ക് വരെ മൈനസ് B വരും അല്ലേ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതിൻ്റെ അകത്ത് B ആണ് വരേണ്ടത്. അപ്പോൾ നെഗറ്റീവ് സൈൻ നമുക്ക് എന്തെങ്കിലും കോമൺ എടുത്തിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ മൈനസ് B എന്ന് കിട്ടി. ഇതുപോലെ തന്നെ ഈ ചേഞ്ചും കൂടെ കൊടുത്തു നോക്കാം. R3 ചേഞ്ചസ് ടു R3 മൈനസ് R1, അതും കൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം നമുക്ക്. R3 എന്ന് പറയുന്നത് A plus B. അപ്പോൾ R3 ചേഞ്ച് ആവുന്നത് A plus B മൈനസ് ഓഫ് R1 ഈസ് അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻ്റ് എന്ന് പറയുന്നത് A plus B plus C. A plus B plus C. ഇത് മൈനസ് ചെയ്യുമ്പോൾ എയും എയും ക്യാൻസലാവും, B മൈനസ് B ക്യാൻസലാവും, മൈനസ് C എന്ന് വരും. പക്ഷേ പ്രൂവ് ചെയ്യേണ്ടതിൻ്റെ അകത്ത് നമുക്ക്
ഫസ്റ്റ് കോളത്തിലെ ലാസ്റ്റ് എലിമെൻറ്റ് സി ആണ് വരേണ്ടത്. അവിടെ ഒരു നെഗറ്റീവ് സൈൻ്റെ ഡിഫറൻസേ ഉള്ളൂ. അതും നമുക്ക് കോമൺ എടുത്തു കഴിഞ്ഞാൽ റെഡിയാവും. അപ്പോൾ ഈ ചേഞ്ച് ചെയ്യാൻ കൊടുക്കാൻ പോവാണ്. ഡെൽറ്റ ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? 2 ഇൻറ്റു ഫസ്റ്റ് റോ വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെ, കാരണം R2ലും R3ലുമാണ് ചേഞ്ച് വരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സ് നമുക്ക് അതുപോലെ തന്നെ എഴുതാം. എ പ്ലസ് ബി പ്ലസ് സി, പി പ്ലസ് ക്യൂ പ്ലസ് ആർ, എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. സെക്കൻഡ് റോ എന്തായിട്ട് മാറും? നമ്മൾ ഫസ്റ്റ് ഇവിടെ ചേഞ്ച് മൈനസ് ബി എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി സെക്കൻഡ് എലമെൻറ്റോ R2 മൈനസ് R1 ചെയ്ത് നോക്കി. ആർ പ്ലസ് പി മൈനസ് ഓഫ് പി പ്ലസ് ക്യൂ പ്ലസ് ആർ. ഇവിടെ ആറും പിയും കട്ടാവും. പിന്നെ വരുന്നത് എന്താ? ആറും പിയും മൈനസ് ഓഫ് വരുന്നതുകൊണ്ട് കട്ടാവും, മൈനസ് ക്യൂ വരും. മൈനസ് ക്യൂ എങ്കിൽ അതും കൂടെ നമുക്കിവിടെ ചെയ്ത് നോക്കാം അല്ലേ. ആർ പ്ലസ് പി മൈനസ് ഓഫ് പി പ്ലസ് ക്യൂ പ്ലസ് ആർ. മൈനസ് ഓഫ് വരുന്നതുകൊണ്ട് പി പി ക്യാൻസലാവും, ആറും ക്യാൻസലാവും, മൈനസ് ക്യൂ വരും. അപ്പോൾ ലാസ്റ്റ് ഈ എലമെൻ്റ് ഏതായിരിക്കും? സെക്കൻഡ് റോയിൽ ലാസ്റ്റ് എലമെൻറ്റ് ഇസഡ് പ്ലസ് എക്സ് മൈനസ് ഇസഡ് മൈനസ് എക്സുമായിട്ട് ക്യാൻസലാവും, മൈനസ് വൈ വരും. സിമിലർലി R3യിൽ നമ്മൾ ഫസ്റ്റ് എലമെൻറ്റ് മൈനസ് സി നമ്മൾ ചെയ്തിരുന്നു. R3 മൈനസ് R1 ആണ് ചെയ്യുന്നത്. അപ്പോൾ എയും ബിയും കട്ടാവും, മൈനസ് സി വരും. ഇവിടെ R3 മൈനസ് R1 ചെയ്യുമ്പോൾ പിയും ക്യൂവും ക്യാൻസലാവും, മൈനസ് ആർ വരും. എക്സ് പ്ലസ് വൈ മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ചെയ്യുമ്പോൾ മൈനസ് ഇസഡും വരും. ഇനി നോക്കിയേ, നമുക്ക് ഫസ്റ്റ് റോയിൽ വരേണ്ടത് ഏതായിരുന്നു? ഫസ്റ്റ് റോയിൽ എലമെൻറ്റ് എ പി എക്സ്. എ പി എക്സ്. ഈ ബി പ്ലസ് സിയും ക്യൂ പ്ലസ് ആറും വൈ പ്ലസ് ഇസഡൊന്നും വേണ്ട. അപ്പോൾ പക്ഷേ ഇനി നോക്കിയേ, ഇനി ഇത് ഇതുപോലെ R1 പ്ലസ് R2 പ്ലസ് R3 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ബിയും സിയും എലിമിനേറ്റ് ആവുമല്ലോ. അപ്പം അടുത്തത് ഇനി ഇവിടെ 2-3 റിസൾട്ട് നമ്മൾ 2-3 പ്രാവശ്യം അപ്ലൈ ചെയ്ത് പോകുമ്പോഴാട്ടോ ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് R1 ചേഞ്ചസ് ടു R1 പ്ലസ് R2 പ്ലസ് R3. എല്ലാ റോസ് തമ്മിൽ ആഡ് ചെയ്യാൻ പോവാണ്. സോ ഡെൽറ്റ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു R1 പ്ലസ് R2 പ്ലസ് R3 എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി പ്ലസ് സി മൈനസ് ബി മൈനസ് സി. ഇവിടെ സി സി ബി ബി കട്ടാവും, എ മാത്രം വരും. ഇപ്പോൾ ഇവിടെ എ, ഇപ്പോൾ ഇവിടെ എന്തായിരിക്കും വരുന്നത്? R1 പ്ലസ് R2 പ്ലസ് R3, ക്യൂവും ആറും ക്യാൻസലായിട്ട് പി വരും. R1 പ്ലസ് R2 പ്ലസ് R3, വൈയും ഇസഡും ക്യാൻസലായിട്ട് എക്സ് വരും. അപ്പോൾ നോക്കി പ്രൂവ് ചെയ്യേണ്ട റിസൾട്ടിൽ ഫസ്റ്റ് റോ ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. അടുത്തത് രണ്ടെണ്ണം ചേഞ്ച് ഒന്നുമില്ല. മൈനസ് വൈ മൈനസ് സി മൈനസ് ആർ മൈനസ് ഇസഡ്. പക്ഷെ നോക്കിയേ, ഇവിടെ നമുക്ക് മൈനസ് ഇവിടെ എല്ലായിടത്തും കോമൺ ആയിട്ടുണ്ട് സെക്കൻഡ് റോയിൽ, അതുപോലെ തന്നെ തേർഡ് റോയിലും മൈനസ് കോമൺ ഉണ്ട്. അപ്പോൾ ഞാൻ ആ രണ്ട് മൈനസിനെയും കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? -1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് എ പി എക്സ് ബി ക്യൂ വൈ സി ആർ ഇസഡ് എന്ന് കിട്ടും. -1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് പ്ലസ് വാല്യൂ ആണ്. സോ ദ ആൻസർ ഈസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് എ പി എക്സ് ബി ക്യൂ വൈ ആൻഡ് സി ആർ ഇസഡ്. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടായിരുന്നത്. സോ നമുക്ക് ഡെൽറ്റയുടെ വാല്യൂ ഇവിടെ 2-3 പ്രാവശ്യം ഈ ചേഞ്ച് കൊടുക്കുമ്പോഴേക്കും ഈ ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ ഇത് 1-2 പ്രാവശ്യം ചെയ്ത് പഠിച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്കിത് ഓക്കെ ആയിക്കോളൂ. 6th question. Show that determinant 0a minus b minus a 0 minus c b c 0 equal to 0. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറിയാം, ഞാനിതൊരു റിസൾട്ടായിട്ട് തന്നിരുന്നു. ഈ ഡിറ്റർമിനൻറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് ഏതാണ്? മെട്രിക്സ് വരുന്നത് മെട്രിക്സ് 0a മൈനസ് ബി മൈനസ് എ 0 മൈനസ് സി ബി സി 0 എന്ന് പറയുന്ന മെട്രിക്സ് എന്ത് മെട്രിക്സാണ്? സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ ഫോമിലല്ലേ? അതായത് ഡയഗണൽ എൻട്രീസ് എല്ലാം 0യും പിന്നെ ഇവിടെ നോൺ ഡയഗണൽ എലിമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഇത് ശരിക്കും പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടും സെയിം നമ്പറാണ്, പക്ഷേ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന മെട്രിക്സിനെയാണ് നമ്മൾ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഓഡ് ഓർഡറിലുള്ളത്, അതായത് ഇവിടെ നമുക്ക് ഇതിൻ്റെ ഓർഡർ 3/3 ആണ്. അപ്പോൾ ഓഡ് നമ്പറാണ്. ഓഡ് ഓർഡറിലുള്ള സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0. ആ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഇത് ഷോ ദാറ്റ് എന്നല്ലാതെ ഈ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ആൻസർ 0 എന്ന് എഴുതാം. അപ്പോൾ ഇതൊരു 2 മാർക്സിൻ്റെയോ 4 മാർക്സിൻ്റെയോ ക്വസ്റ്റൻ ആയിട്ട് വരുമ്പോൾ അത് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് ചിലപ്പോൾ കിട്ടില്ല. അപ്പോഴേക്കും ഇവിടെ ഇപ്പോൾ ഇത് നമുക്ക് പ്രൂവ് ചെയ്യാൻ തന്നെ ചെയ്യാം. നമ്മുടെ ഇപ്പോഴത്തെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് നമുക്കിത് പ്രൂവ് ചെയ്യാം. അല്ലാതെ വെറുതെ ഡിറ്റർമിനൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ആൻസർ 0 എന്ന് എഴുതാം. എന്തുകൊണ്ടാണ്? ഇതൊരു സ്ക്യൂ സിമെട്രിക് ഓഡ് ഓർഡർ മെട്രിക്സ് ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പോകുന്നത്, ഞാൻ ഡെൽറ്റ എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്ന ഡിറ്റർമിനൻ്റ് ഒന്ന് എടുത്ത് എഴുതാൻ പോവുക. 0a മൈനസ് ബി മൈനസ് എ 0 മൈനസ് സി
ബി സി 0. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡിറ്റർമിനൻറ്റ്. ഇവിടെ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്നെല്ലാം എല്ലാ റോയിൽ നിന്നും ഞാൻ മൈനസ് കോമൺ എടുക്കാൻ പോവുകയാണ്. അതായത് ടേക്കിംഗ് -1 ഫ്രം ഈച്ച് റോ. ടേക്കിംഗ് -1 as common from R1, R2 and R3. എല്ലാ റോയിൽ നിന്ന് നെഗറ്റീവ് കോമൺ എടുത്തു കഴിയുമ്പോഴേക്കും എന്താ നമുക്ക് കിട്ടുന്നത്? മൈനസ് ഇൻറ്റു മൈനസ് അല്ലേ? ഓരോ റോയിൽ നിന്ന് മൈനസ് കോമൺ എടുക്കുന്നുണ്ടും 3 മൈനസ് കോമൺ ആയിട്ട് പുറത്തേക്ക് വരും. മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ മൈനസ് തന്നെയാണ്. അപ്പോൾ അത് ബാക്കി ഇനി എലമെൻറ്റ്സ് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഇവിടെ 0 - a b. നെഗറ്റീവ് നിന്ന് കോമൺ എടുക്കുമ്പോഴേക്കും ഇവിടെ -a വരും, ഇവിടെ മൈനസ് കോമൺ എടുത്ത് കഴിയുന്നുണ്ട് b മാത്രം വരും. അടുത്തതോ a 0 c. അടുത്തത് -b -c 0. ക്ലിയർ ആയല്ലോ അല്ലേ? R1 R2 R3ക്കകത്തുനിന്ന് നെഗറ്റീവ് കോമൺ എടുത്തു. ഇനി മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് -1 ഇൻറ്റു, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നമുക്ക് റിസൾട്ട് ഉണ്ട് ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് എ ട്രാൻസ്പോസ്. എയുടെയും എ ട്രാൻസ്പോസിൻ്റെയും ഡിറ്റർമിനൻറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ ഞാൻ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ ഡിറ്റർമിനൻറ്റ്, ഈ മെട്രിക്സ് ട്രാൻസ്പോസ് എടുക്കാൻ വേണ്ടി പോവുക. ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എങ്ങനെ വരുന്നത്? റോയും കോളം തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പം ഈ കോളമത്തിനെ ഞാൻ റോ ആയിട്ട് എഴുതുമ്പോൾ എന്ത് വരും? 0 a - b. ഈ കോളം സെക്കൻഡ് റോ ആയിട്ട് വരും. അപ്പോൾ -a 0 - c. ദെൻ ലാസ്റ്റ് b c 0. കാരണം എന്താ? റോസും കോളംസും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് എയുടെയും എ ട്രാൻസ്പോസിൻ്റെയും ഡിറ്റർമിനൻ്റ് വാല്യൂ സെയിം ആയതുകൊണ്ട് നമുക്കിങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്താലും അതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂവിന് വ്യത്യാസം വരുന്നില്ല. ഇനി ഒന്ന് നോക്കിയേ, നമുക്ക് ഫസ്റ്റ് തന്നിരിക്കുന്ന ക്വസ്റ്റിൻ്റെ അകത്ത് ഡിറ്റർമിനൻറ്റും നമ്മൾ ഡെൽറ്റ എന്ന് പറഞ്ഞെടുത്തിരിക്കുന്ന ഡിറ്റർമിനൻറ്റും ഇതും സെയിം അല്ലേ എന്ന് നോക്കിയേ. 0 a - b, ഫസ്റ്റ് റോ 0 a - b, -a 0 - c, -a 0 - c, b c 0, ഇവിടെ b c 0. ഇപ്പോൾ രണ്ടും സെയിം ആയതുകൊണ്ട് എനിക്കിത് -1 ഇൻറ്റു ഇതിന് റീപ്ലേസ് ചെയ്തിട്ട് ഡെൽറ്റ എന്ന് എഴുതാം. സോ ഡെൽറ്റ ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ, അല്ലെങ്കിൽ ദറ്റ് ഈസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ എന്ന് വന്നു. ഈ മൈനസ് ഡെൽറ്റ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴേക്കും ഡെൽറ്റ പ്ലസ് ഡെൽറ്റ എന്നാവും. ഡെൽറ്റ പ്ലസ് ഡെൽറ്റ ഈസ് 2 ഡെൽറ്റ. 2 ഡെൽറ്റ ഇസ് ഈക്വൽ ടു 0. ഫോർ ഡെൽറ്റ ഈക്വൽ ടു 0 ആസ് 2 നോട്ട് ഈക്വൽ ടു 0. 2 ഇൻറ്റു ഡെൽറ്റ 0 ആണെങ്കിൽ ആ ഡെൽറ്റയുടെ വാല്യൂ 0 ആയെങ്കിലേ പറ്റുള്ളൂ. ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറഞ്ഞ് ചൂസ് ചെയ്തത്. ദെർഫോർ ഡിറ്റർമിനൻറ്റ് 0 a - b -a 0 - c, b c 0 is equal to 0. അതായത് ഇവിടെ നമ്മൾ ആ ട്രാൻസ്പോസ് റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡിറ്റർമിനൻ്റ് വാല്യൂ ചേഞ്ച് ആവില്ലെന്നുള്ള പ്രോപ്പർട്ടിയാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ 6 ക്വസ്റ്റ്യൻസ് എക്സസൈസിൽ ചെയ്തു. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത 6 ക്വസ്റ്റ്യൻസ് ചെയ്യും. ടോട്ടൽ 16 ക്വസ്റ്റ്യൻസ് ആണ് ആ എക്സസൈസിലുള്ളത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ എക്സസൈസ്. മിസലേനിയസിലും ഇനി കുറച്ച് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് യൂസ് ചെയ്തിട്ട് വരേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് ഷുവറായിട്ടും ബോർഡ് എക്സാമിന് ഇതിൻ്റെ അകത്തുനിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന പുതിയ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക.